ഹലോ. അപ്പം ഇന്ന് നമുക്ക് പഴംപൊരിയും ബീഫൊക്കെ കഴിച്ച് കഴിഞ്ഞില്ലേ, ഇനി നമുക്കൊരു പൈനാപ്പിൾ പൊരിയും ബീഫും കഴിച്ച് നോക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും പൈനാപ്പിളും ബീഫൊക്കെ ഉള്ള സമയത്തൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് ഈ പൈനാപ്പിൾ പൊരി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പം ഇതിനൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര അധികം കൂടുതലായിട്ട് വേണ്ട കേട്ടോ. ബീഫിൻ്റെ കൂടെയാണ് കഴിക്കണമെന്ന് വെച്ചെങ്കിൽ 2 ടേബിൾ സ്പൂണ് മതി. പൈനാപ്പിൾ ഫ്രൈ ചെയ്തിട്ട് മാത്രം കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വരെ ചേർത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം വേണമെങ്കിൽ അപ്പോൾ നമുക്ക് ചേർത്തി കൊടുക്കാം. അങ്ങനെ ഇത് നല്ലവണ്ണം പഞ്ചസാരയും വെള്ളം പാടെ ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്ത് ആ പഞ്ചസാര ഉരുകി വരുന്ന വരേക്ക് ഞാനൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1.5 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്തി കൊടുക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ, വറുത്ത അരിപ്പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ളു യെല്ലോ ഫുഡ് കളറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്താം. ഇനി ഫുഡ് കളർ ചേർത്തണം ഒരു നിർബന്ധമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തുന്നത് ഞാനിത് 5 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ചും പാടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം പാടെ ചേർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് ലൂസായിട്ട് പോകരുത്, നോക്കിയിട്ട് മാത്രം ചേർത്തി കൊടുക്കാം. അങ്ങനെ ഇത് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സാധാരണ നമ്മൾ പഴംപൊരി ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ തയ്യാറാക്കില്ലേ, അതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം കറുത്ത എള്ള് ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ കാണാൻ ഒരു ഭംഗിക്ക് മാത്രം ചേർത്തിയെന്നുള്ളൂ. അതും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു ലൂസാണ് കേട്ടോ ഈ ബാറ്ററിന് വേണ്ടത്. അപ്പോൾ ഇത് ഇനി നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇനി ഇതിനുള്ള പൈനാപ്പിൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത പൈനാപ്പിൾ എടുക്കണേ. അപ്പം ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ പഴംപൊരിക്കൊക്കെ പഴം കട്ട് ചെയ്യൂല നീളത്തിൽ, അതുപോലെ തന്നെ കട്ടി കുറച്ചിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ എല്ലാതും ഞാൻ കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാൻ വെക്കാം. അങ്ങനെ എണ്ണ നല്ല ചൂടായി വരുന്ന സമയത്താണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അങ്ങനെ ഞാൻ പൈനാപ്പിളിൻ്റെ ഓരോ പീസും ഈ മാവിൽ മുക്കിയിട്ട് ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ചട്ടി കൊള്ളേണ്ട അത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ചട്ടി നിറച്ചിട്ട് ഇട്ട് കൊടുക്കരുത്, മാവാകുമ്പോൾ ഒന്നും പാടെ പൊങ്ങി വരില്ലേ. ഇനി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ തൂവി കൊടുക്കാം. എന്നിട്ട് ഒരു വശം ആവുന്ന സമയത്ത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തീ ഒരിക്കലും കുറച്ച് വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണേ. അങ്ങനെ അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരേക്ക് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ അതവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു 2-3 എണ്ണം ഇതിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ളൊരു ബീഫ് റോസ്റ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കണില്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ ഇതും കൂട്ടിയിട്ടൊന്ന് കഴിച്ച് നോക്കണേ. ആ പൈനാപ്പിളിൻ്റെ പുളിയും എരിവും മധുരമൊക്കെ ആയിട്ട് നമ്മളെ പഴംപൊരിയും ബീഫും കഴിക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഇനി ബീഫും പൈനാപ്പിളൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണേ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.